ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ 81 കോടി നേടിയിരിക്കുകയാണ് ഇപ്പോൾ. ചിത്രം റിലീസ് ചെയ്ത് 8 ദിവസം പിന്നിടുമ്പോഴാണ് ബോക്സ് ഓഫീസിൽ 81 കോടി നേടിയത്. ഒട്ടും വൈകാതെ തന്നെ 100 കോടി ക്ലബ്ബ് തകർക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. അതേസമയം ആടുജീവിതത്തെ ചൊല്ലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തർക്കം നടക്കുകയാണ്. തെലുങ്ക് തമിഴ് പ്രേമികൾ തമ്മിലാണ് തർക്കം. നല്ല സിനിമയെ പിന്തുണയ്ക്കുന്നത് ആര് എന്ന പേരിൽ തമിഴ് തെലുങ്ക് സിനിമാ പ്രേക്ഷകർക്കിടയിലാണ് തർക്കം നടക്കുന്നത്. മാർച്ച് 28-നായിരുന്നു ആടുജീവിതം തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്തത്. എന്നാൽ തെലുങ്ക് പതിപ്പ് തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ മോശം പ്രകടനമാണ് നടത്തുന്നത്. ഇതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ പ്രേമികൾ തമ്മിൽ തർക്കം നടക്കുന്നതും. തെലുങ്ക് പ്രേക്ഷകർ എന്നും നല്ല സിനിമയെ പിന്തുണയ്ക്കാറില്ലെന്നും മസാല എന്റർടൈൻമെന്റുകളാണ് അവരുടെ എന്നത്തെയും വിഷയമെന്നും പല എക്സ് ഹാൻഡിലുകളിലും അവകാശപ്പെട്ടു. പ്രധാനമായും തമിഴ് പ്രേക്ഷകരാണ് ഈ വിമർശനം ഉയർത്തിയത്. തുടർന്നാണ് ഇരു ടീമുകളും തമ്മിലുള്ള തർക്കം ഉടലെടുക്കുന്നത്. സാക്നിൽക്ക്.com കണക്കുകൾ പ്രകാരം 6 ദിവസം കൊണ്ട് ആടുജീവിതം ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 81 കോടി രൂപയ്ക്ക് മുകളിൽ നേടിയെന്നാണ് കണക്ക്. ഇന്ത്യയിൽ മാത്രം ചിത്രം 46 കോടി രൂപ നേടിയിട്ടുണ്ട്. അതിൽ 32 കോടിയും കേരളത്തിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് 5.4 കോടിയും കർണാടകയിലും തെലുങ്ക് ഭാഷാ സംസ്ഥാനങ്ങളിലും യഥാക്രമം 3.4 കോടിയും 2.1 കോടിയും നേടിയിട്ടുണ്ട്. അത്തരത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നല്ല സിനിമയെ പിന്തുണയ്ക്കാത്തതിനെ തെലുങ്ക് പ്രേക്ഷകരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വിവിധ പോസ്റ്ററുകളും രംഗത്ത് വന്നിരുന്നു.